വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 7-ാം ദിവസത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. 7 മണിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഐബോർഡ് പരിശോധനയിൽ ബെയിലി പാലത്തിന് സമീപം ലഭിച്ച 2 സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടക്കും. സിഗ്നലുകൾ മനുഷ്യ ശരീരത്തിൻ്റെതാകാമെന്ന സംശയം. ഡോഗ് സ്ക്വാഡിനെ എത്തിച്ചാകും പരിശോധന നടക്കുക. ചാലിയാർ പുഴയിലും ഇന്ന് തെരച്ചിൽ നടക്കും. ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ചാലിയാറിൽ നിന്ന് ഇതുവരെ 233 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 359 ഉയർന്നിട്ടുണ്ട്. തിരിച്ചറിയാത്ത 8 പേരുടെ മൃതദേഹം ഇന്നലെ സർവ്വമത പ്രാർത്ഥനയോടെ പുത്തുമലയിൽ സംസ്കരിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ ആ നിമിഷം വളരെ വേദനാജനകമായിരുന്നു. ഷഹദ് റഹ്മാൻ ചൂരൽമലയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹദ്, ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കാൻ പോകുന്നു. 7-ാം ദിനത്തിലെ തെരച്ചിലാണ്. ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയ 2 സിഗ്നലുകളുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഒരു ഭാഗത്ത് നടക്കും. വിവിധ സോണുകളിൽ ഇന്ന് നടക്കാൻ പോകുന്ന തെരച്ചിലിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? പുതിയ വിവരങ്ങൾ എന്താണ് ഷഹദ് റഹ്മാൻ? റുജിത്ത്, ക്രിസ്റ്റീന, നമ്മൾ ഈ നിൽക്കുന്ന ദുരിത ഭൂമിയിൽ അത് നമ്മൾ ഏവരും ഓരോ ദിവസവും ഇത്തരത്തിൽ 7-ാം ദിവസമാണ്. ഈ 7-ാം ദിവസം നമ്മൾ ഇത്തരത്തിൽ തിരച്ചിലിന് ഇറങ്ങുന്ന ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇറങ്ങുന്നത്. കാരണം ഏതെങ്കിലും ഒരാളെങ്കിലും കണ്ടു കിട്ടുമെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത്, അല്ലെങ്കിൽ അത് ആ കുടുംബത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന നിലയിലാണ് നമ്മളെല്ലാവരും കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ ഒരാളെ പോലും പുറത്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തിരച്ചിൽ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രിമാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഏകദേശം 7 മണിയോടുകൂടി തന്നെ ഈ തെരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ 7 മണിയോട് കൂടിയിട്ടായിരുന്നു ഈ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഇപ്പോൾ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആർമി സംഘം തൊട്ട് അപ്പുറത്തുണ്ട്. അവർ ഭക്ഷണവും, അതായത് ക്യാമ്പിൽ ഇവിടേക്ക് പോകുന്ന ഘട്ടത്തിൽ ഭക്ഷണവും അതുപോലെ തന്നെ മറ്റ് അവശ്യ സാധനങ്ങളും കയ്യിൽ കരുതേണ്ടതുണ്ട്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഈ മേഖലയിലേക്ക് എത്തും. ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ മേഖലയിലേക്ക് പോകേണ്ട പോലീസിലെ മറ്റ് ജീവനക്കാരും കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് ബെയിലി പാലത്തിന് സമീപത്താണ്. ഇതുവഴിയാണ്, ബെയിലി പാലം വഴിയാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ കടന്ന് അപ്പുറത്ത് പോയി രക്ഷാദൗത്യം ഇന്ന് വീണ്ടും പുനരാരംഭിക്കുക. സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ബെയിലി പാലത്തിന് സമീപത്താണ് ഇത്തരത്തിൽ 2 സിഗ്നലുകൾ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നലെ വൈകിട്ടോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് കുറെ കൂടി സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കുറെ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ഒക്കെ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഇന്നലെ കളക്ടറേറ്റിൽ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിലൂടെ ഉയർന്നു വരുന്ന പലതരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളും ഒക്കെയുണ്ട്, പ്രത്യേകിച്ച് ഈ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കളക്ടറേറ്റിൽ യോഗം ചേരുകയും അതിന് ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എന്താണ് പുതുതായിട്ട് കൊണ്ടുവന്ന പരിഷ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ ഇപ്പോൾ ഇവിടുന്ന് വരുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, അതായത് ഇതിൻ്റെ പകുതി ഭാഗത്ത് തടയും. അവിടെ റവന്യൂ വകുപ്പിൻ്റെ ഒരു പ്രത്യേക കൗണ്ടർ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കൗണ്ടറിൽ ഇവിടേക്ക് പ്രവേശിക്കുന്ന ആളുകൾ, ഈ ബെയിലിപ്പാലം വഴി പുറത്തേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ഇതിന് സമീപത്തേക്ക് പ്രവേശിക്കുന്ന ആളുകൾ, അവരുടെ പേരും അതുപോലെ തന്നെ വിശദാംശങ്ങളും അവിടെ രേഖപ്പെടുത്തണം. അത് ഈ രക്ഷാപ്രവർത്തകരാണെങ്കിലും ഈ സന്നദ്ധ സംഘടന രക്ഷാപ്രവർത്തകരാണെങ്കിലും അവിടെ പേരും വിശദാംശങ്ങളും രേഖപ്പെടുത്തുക. പിന്നീട് അവിടെ നിന്ന് ഒരു കിറ്റ് ഫുഡ് നൽകും. ആ ഫുഡ് നൽകിയതിന് ശേഷം അതുമായിട്ട് മാത്രമേ ഇതുവഴി പുറത്തേക്ക് കടക്കാൻ പാടുകയുള്ളൂ, അല്ലെങ്കിൽ ബെയിലി പാലം വഴി മറുകരയിലേക്ക് കടക്കാൻ പാടുള്ളൂ. പിന്നീട് ആവശ്യഘട്ടങ്ങളിൽ ഭക്ഷണം വേണ്ടവർക്ക് ഇവിടെ പ്രത്യേക ഒരു കൗണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഇന്നലെ നമുക്കറിയാം, ഇന്നലെ ഉടനീളം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് പ്രധാനമായിട്ടും ഈ ഭക്ഷണം ലഭിക്കുന്നില്ല, ഈ രക്ഷാപ്രവർത്തനത്തിനെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഈ NDRFന് അതുപോലെ തന്നെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒന്നും തന്നെ ഭക്ഷണം ലഭിക്കുന്നില്ല എന്നതായിരുന്നു പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആരോപണം. അത്തരത്തിലൊരു വാർത്തകളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് താൽക്കാലികമായിട്ട് പരിഹാരമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ 6 സോണുകളായി തിരിച്ചിട്ടായിരുന്നു പ്രധാനമായിട്ടും പരിശോധനകൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 6 സോണുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്നും പരിശോധനകൾ നടക്കുക. പക്ഷേ അതിൽ ചില സോണുകൾ ഇതിനോടകം തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ മേഖലകളിൽ വിശദമായിട്ടുള്ള പരിശോധന ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പക്ഷേ ഇങ്ങോട്ട് നോക്കുകയാണ്, ഞാൻ നിൽക്കുന്ന മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് എൻ്റെ ഇടത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ പാറക്കല്ലുകളൊന്നും തന്നെ ഇങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ. അതായത് ഇന്നലെ മെനഞ്ഞാന്ന് വരെ ഇങ്ങനെ ആയിരുന്നില്ല. കാരണം ഈ പാറക്കല്ലുകൾ കുറെ കൂടി മുന്നോട്ടായി ഈ മണ്ണ് കൂടുതലായിട്ട് അടിഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമായിട്ടും ഈ മേഖലയിൽ പാറക്കല്ലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പുഴയുടെ
പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കുന്നതിനും പുഴയുടെ ഒഴുക്ക് വഴിതിരിച്ച് വിടുന്നതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പാറക്കല്ലുകളെല്ലാം ഹിറ്റാച്ചിയും അതുപോലെ തന്നെ JCBയും ഉപയോഗിച്ച് കുറെ കൂടി മേഖലയിലേക്ക് തള്ളുകയും പിന്നീട് അവിടെ നിന്ന് മണ്ണ് മാറ്റുകയും ചെയ്തിട്ട് ഈ പുഴയുടെ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഈ പുഴയുടെ ഒഴുക്ക് കുറെ കൂടി സുഗമമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പാലം നിൽക്കുന്ന മേഖലയിലെ അണ്ടർ മേഖല, അതായത് ഇതിന്റെ താഴെ മേഖലയിലേക്ക് കൂടുതലായിട്ട് വെള്ളം അടിച്ചു കയറില്ല. ഇനി മഴ ശക്തമായി കുത്തൊഴുക്ക് വർദ്ധിച്ചാൽ മാത്രമേ ഈ മേഖലയിലേക്ക് ഇത്തരത്തിൽ മഴവെള്ളം അല്ലെങ്കിൽ ഈ പുഴയിൽ നിന്നുള്ള വെള്ളം ഇരച്ച് കയറുകയുള്ളൂ. നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. അപ്പോൾ ഇതുപോലെ ഈ മേഖല വീണ്ടും പഴയ രീതിയിലേക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ മേഖല അണ്ടർ കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ കുറെ അധികം കന്നുകാലികളൊക്കെ ഈ പാലം വഴി മറുകരയിലേക്ക് പോകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കന്നുകാലികളാണ് ഈ മേഖലയിൽ ഉള്ളത്. പ്രത്യേകിച്ച് ഈ വീട്ടുടമകളില്ലാതെ ഇത്തരത്തിൽ അഴിച്ചുവിട്ട് അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത്, ഈ ഉരുൾ പൊട്ടുന്ന സമയത്ത് ഇത്തരത്തിൽ കയർ പൊട്ടിച്ച് പോവുകയും അതുപോലെ ഓടി നടക്കുകയും ചെയ്ത ഒരുപാട് കന്നുകാലികളെ നമുക്ക് ഈ മേഖലയിൽ കാണാൻ സാധിക്കും. മറുകരയിൽ കുറെ അധികം കന്നുകാലികളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആരാലും ഇല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട കുറെ അധികം മനുഷ്യനല്ലാതെ തന്നെ ഒരുപാട് മൃഗങ്ങൾ ഇവിടെയുണ്ട്. അപ്പം അവരുടെ പുനരധിവാസം അല്ലെങ്കിൽ അവരെ ഇവിടെ നിന്ന് മാറ്റി പറപ്പിക്കാനുള്ള നടപടികളും ഇത്തരത്തിൽ ഈ ആനിമൽ ഇത്തരത്തിലുള്ള ടീമിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഇവരെ റെസ്ക്യൂ ചെയ്ത് ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള വാഹനങ്ങളൊക്കെ അതിനായിട്ട് തയ്യാറായിട്ടുണ്ട്. പരമാവധി ഇവിടെ നിന്ന് മൃഗങ്ങളെ പല ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി അതുപോലെ മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള നടപടികളൊക്കെ ഇവിടുന്ന് വിവിധ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം നമ്മുടെ സേന, ആർമി ഇവിടേക്ക് എത്തും. അവർ എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബെയിലി പാലം വഴി മറുകരയിലേക്ക് പോവുക. ആ മേഖലയിലേക്കാണ് ആ മേഖലയിൽ നിന്നാണ്, അതായത് ആ മേഖലയിൽ നിന്നാണ് പിന്നീട് തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുക എന്നുള്ളത്. അങ്ങനെ മുകളിലേക്ക് കയറണം. ഏകദേശം 4-5 കിലോമീറ്ററിലധികം ഇതുവഴി പോകണം. അത് പോയാൽ മാത്രമേ ആ മേഖലയിൽ തിരച്ചിൽ ഊർജിതമാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല മേഖലയിലാണ്. ചൂരൽമലയുടെ ഭാഗത്താണ് ഈ ബെയിലി പാലത്തിന്റെ ആദ്യ ഒരു ഭാഗം നിൽക്കുന്നത്. അവിടെ നിന്നുമാണ് തിരിച്ച് പിന്നീട് അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് എടുത്തു പറയേണ്ടത് ചാലിയാർ മേഖലയിൽ കൂടുതൽ തിരച്ചിൽ നടത്തും എന്നുള്ളതാണ്. ഇന്നലെ ചാലിയാർ ഷഹദ്, നമുക്ക് സമീർ ബിൻ കരീമിലേക്ക് കൂടെ പോകാം. സമീർ നിൽക്കുന്നത് ഈ ചാലിയാർ മേഖലയിലാണ്. സമീർ, കഴിഞ്ഞ ദിവസം നിരവധി ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത് ചാലിയാറിൽ നിന്നാണ്. ഇന്ന് ചാലിയാർ കേന്ദ്രീകരിച്ച് ഏത് തരത്തിലുള്ള ഒരു തെരച്ചിലാണ് നടക്കുന്നത്? ഇന്നത്തെ അവിടുത്തെ ആക്ഷൻ പ്ലാൻ എന്താണ്? ചാലിയാർ പുഴയിൽ ഇന്നും തിരച്ചിൽ തുടരുമെന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. പക്ഷേ ഇന്നലത്തേതിന് പോലെ ഒരു മാസ് തിരച്ചിലായിരിക്കില്ല ഇന്നുണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഇന്നലെ വനമേഖലയിലടക്കം ശക്തമായ തിരച്ചിൽ നടത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 8 മണിയോട് കൂടെ ആയിരിക്കും തിരച്ചിൽ ആരംഭിക്കുക. പ്രത്യേകിച്ച് പോലീസ്, തണ്ടർബോൾട്ട്, വനം വകുപ്പ്, ഒപ്പം ഈ ചാലിയാർ പുഴയ്ക്ക് തീരത്തായിട്ടുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആയിരിക്കും ഇന്ന് പ്രധാനമായും തിരച്ചിലിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പതിവ് പോലെ പോലീസിന്റെ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം തന്നെ തിരച്ചിലിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ളതും നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരമാണ്. പ്രധാനമായും ചാലിയാർ പുഴയുടെ ഇരു ഭാഗങ്ങളിലേക്കുമായി, നിലമ്പൂരിൽ നിന്നും ഇരു ഭാഗങ്ങളിലേക്കുമായി വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ടായിരിക്കും തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. അതായത് നേരത്തെ വനത്തിനൊപ്പം തന്നെ മണൽത്തിട്ടകളിലും അടിഞ്ഞുകൂടിയ ശരീരഭാഗങ്ങളെല്ലാം തന്നെ വെള്ളം ഇപ്പോൾ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ദൗത്യസംഘം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വനപ്രദേശങ്ങളിൽ ഏതാണ്ട് 15 കിലോമീറ്ററോളം ഉൾഭാഗത്തേക്കും ഇന്ന് സമാനമായ രീതിയിൽ തിരച്ചിൽ നടത്തും. ശരി, സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്നലത്തേതുപോലെ ഒരു കൂടുതൽ ദൗത്യ സംഘാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലല്ല ഇന്നുണ്ടാവുക എന്നാണ് സമീർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.